രാമായണം എന്ന് പറയുന്നത് രാമൻ്റെ കഥയാണ്. രാമൻ്റെ കഥയിലെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് രാമൻ്റെ ഭാര്യയെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നുവെന്നും അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ഭാര്യയെ രാവണനെ വധിച്ച് രാമൻ വീണ്ടെടുക്കുന്നു എന്നും ഉള്ളതുമാണ് അല്ലേ. പക്ഷേ ഈ പുരാണത്തിൽ എല്ലാത്തിനും ഒരു സബ് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ശരിക്കും രാവണനാണോ ഇതിനകത്തിലെ മുഖ്യ പ്രതി, അതോ രാമൻ ഇതിനകത്തിൽ പങ്കുണ്ടോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അപ്പം ഇത് രാമൻ്റെ ജനനത്തിന് ആധാരമാകുന്ന ഒരു ഇതിവൃത്താണ് പറയുന്നത്. പണ്ട് പണ്ട് അംബരീഷൻ എന്ന് പറയുന്ന വിഷ്ണു ഭക്തനായ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു ഭയങ്കര സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. മകളുടെ പേരാണ് ശ്രീമതി. ഈ ശ്രീമതിക്ക് നല്ല സുന്ദരി ആയതുകൊണ്ട് തന്നെ ഈ ശ്രീമതിയെ കല്യാണം കഴിക്കാൻ നാരദ മഹർഷിക്കും പർവ്വത മഹർഷിക്കും ആഗ്രഹം തോന്നി. അവർക്ക് രണ്ടുപേർക്കും ശ്രീമതിയെ കല്യാണം കഴിക്കണം. അപ്പോൾ അവർ അംബരീഷനോട് പോയി പറഞ്ഞു, ഞങ്ങൾക്ക് ശ്രീമതിയെ വിവാഹം കഴിച്ചു തരണമെന്ന്. അപ്പോൾ അംബരീഷൻ പറഞ്ഞു, രണ്ടുപേരില്ലേ, അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നില്ല, നമുക്കൊരു സ്വയംവരം വെക്കാം, എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട ആളെ അവൾ വിവാഹം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദനും പർവ്വതനും സ്വയംവരത്തിന് തയ്യാറായി. പക്ഷെ രണ്ടുപേർക്കും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്തു, നാരദൻ പ്രൈവറ്റായിട്ട് മഹാവിഷ്ണുവിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, ശ്രീമതി പർവ്വതനെ നോക്കുമ്പോൾ പർവ്വതൻ്റെ മുഖം വാനര രൂപത്തിലിരിക്കണമെന്ന്. ഇതേപോലെ തന്നെ പർവ്വതനും പ്രൈവറ്റായിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, നാരദനെ നോക്കുമ്പോൾ നാരദൻ്റെ മുഖം കുരങ്ങ് പോലെ ഇരിക്കണം. കാര്യം രണ്ടുപേരും ഫ്രണ്ട്സാണ്, എന്നിട്ടാണ് ഈ പണി കാണിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, സ്വയംവരത്തിൻ്റെ ദിവസം വന്നു. സ്വയംവരത്തിൻ്റെ ദിവസം വന്നപ്പോൾ ശ്രീമതി മാലയുമായിട്ട് വന്നിങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഒരു സ്ഥലത്ത് ഒരു വാനരൻ ഇരിക്കുന്നു, ഇപ്പുറത്തെ സ്ഥലത്തൊരു വാനരൻ ഇരിക്കുന്നു, നടുക്കാണെങ്കിൽ ഒരു സുന്ദരനായ പുരുഷൻ ഇരിക്കുന്നു. അപ്പോൾ ശ്രീമതി വിചാരിച്ചു, ഈ രണ്ട് വാനരന്മാരെയും ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഈ നടുക്കിരിക്കുന്ന സുന്ദരനായ പുരുഷനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് ഈ മാല കൊണ്ടുപോയി അദ്ദേഹത്തിന് ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രീമതി അപ്രത്യക്ഷമായിപ്പോയി. അപ്പോൾ എന്താ, രണ്ട് ഫ്രണ്ട്സിനും കിട്ടിയില്ല പെണ്ണിനെ. അപ്പോൾ ഈ ശ്രീമതിനെ കാണുന്നുമില്ല. അങ്ങനെ ശ്രീമതി ആര് കൊണ്ടുപോയി എന്നറിയാതെ അന്വേഷിച്ച് ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നു. അവസാനം സുദർശന ചക്രം ഇട്ട് ഓടിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവർക്കൊരു ക്ലൂ കിട്ടിയത്. എന്നാൽ പിന്നെ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഞങ്ങൾ ഹെൽപ്പ് ചോദിച്ച ആളായിരിക്കും ഈ പെണ്ണിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെ ഇവർ വൈകുണ്ഠത്തിൽ പോവുകയാണ്. വൈകുണ്ഠത്തിൽ പോകുമ്പോൾ എന്താ, ശ്രീ മഹാവിഷ്ണു ഇവരോട് കുറ്റസമ്മതം നടത്തുകയാണ്. ഞാനാണ് ശ്രീമതിയെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് കുറ്റസമ്മതം നടത്തുകയാണ്. അങ്ങനെ ദേഷ്യം വന്ന ഈ രണ്ട് അതിഭക്തന്മാർ അല്ലേ, നാരദനും പർവ്വതനും, ദേഷ്യം വന്ന ഭക്തന്മാർ ഭഗവാനെ ശപിക്കുകയാണ്. ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, അതേപോലെ ഞങ്ങളെ ഈ ലോകം മുഴുവൻ ഇട്ട് ഓടിച്ചു, അതേപോലെ നീ അങ്ങ് മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിക്കും, എന്നിട്ട് അങ്ങയുടെ ഭാര്യയെ ഒരു രാക്ഷസൻ, ഒരു ദുഷ്ടൻ തട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് അങ്ങ് എവിടെയാണെന്ന് അറിയാതെ ഈ ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കും, ഏറ്റവും അവസാനം അങ്ങേക്ക് കഷ്ടപ്പെട്ട് ഭാര്യനെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും, എന്നാലും അങ്ങേക്ക് ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, സങ്കടമായിരിക്കും ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുത്തിയതിന് എന്ന് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ശപിക്കുകയാണ്. ആ ശാപം കാരണമാണ് ശ്രീ മഹാവിഷ്ണു രാമനായിട്ട് ഭൂമിയിൽ ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ രാവണൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഈ ദുഃഖം ശ്രീരാമൻ ഉണ്ടാക്കേണ്ടതായിട്ട് ഉണ്ട്. കാരണം രാമൻ്റെ മഹാവിഷ്ണുവിൻ്റെ കർമ്മമാണ് മഹാവിഷ്ണുവിനെ ആരാക്കിയത്, രാമനാക്കിയതും രാമൻ്റെ ആ ദുഃഖം അനുഭവിപ്പിച്ചതും. അപ്പം എന്താണ്, നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഓണർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് എന്ന്, അത് ദൈവമായാലും മനുഷ്യനായാലും എന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു കഥയാണ് ഇത്.